മിസ്റ്റേക്സ് എല്ലാത്തിലും നമ്മൾ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സിങ്ങിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മളൊരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് ഇടുന്ന സമയത്ത് അതിലേക്ക് നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീതിയുള്ള നെക്ലേസ് ഇട്ട് പോയാലോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കേരളത്തിലെ പെൺകുട്ടികളുടെ കയ്യിലുണ്ടാവുന്ന ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റൊക്കെ നമ്മളൊരു ജീൻസിലേക്കും ടോപ്പിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ലുക്ക് ഭയങ്കര ബോറായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളൊരു കല്യാണത്തിന് ഡ്രസ്സ് ഇടുന്ന പോലെയല്ല നമ്മളൊരു ഓഫീസിലേക്ക് ഡ്രസ്സ് ഇട്ട് പോകുന്നത്. അത് രണ്ടും തമ്മിൽ നമ്മൾക്ക് ഡിഫറൻസ് ഉണ്ട്. സോ ഡ്രസ്സിങ്ങിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത് ലൈക്ക് നമ്മളുടെ ജാക്കറ്റ്, ഡെനീമ്, ഹൂഡി, സ്വെറ്റ് ഷർട്ട്, ജീൻസ്, ടോപ്സ്, ഇങ്ങനെയുള്ള വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകൾ നമുക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ഓൺലൈനിലും ഷോപ്പിംഗ് മോളിലൊക്കെ അവൈലബിൾ ആയ സമയത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഇടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കേരള കൾച്ചറിൽ വരുന്ന ഒരുപാട് ഓർണമെൻറ്റ്സ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ്, ബാഗ്, ഹിജാബ്സ്, അതൊക്കെ തെറ്റായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് കൾച്ചറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേരളത്തിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ടുള്ള മിസ്റ്റേക്സ് ആണ്, പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത്. വീഡിയോയിലെ 5 പോയിന്റ്സും 5 മിസ്റ്റേക്സ് എന്താണെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ സിമ്പിളായിട്ട് മിസ്റ്റേക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റൈൽ ഔട്ട്ഫിറ്റും സൂപ്പറായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. 5 മിസ്റ്റേക്സിലോട്ട് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, ഫസ്റ്റിൽ തന്നെ നമ്മൾ നമ്മുടെ ബോഡിയുടെ ഏറ്റവും അപ്പർ പാർട്ടിൽ വരുത്തുന്ന മിസ്റ്റേക്കാണ്. അതായത് ഒന്നെങ്കിൽ ഹിജാബ് അല്ലെങ്കിൽ ഹെയർ. നിങ്ങളൊരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഹിജാബ് എപ്പോഴും ഷോർട്ടായിട്ടുള്ള ഹിജാബേ പാടുള്ളൂ. ഹിജാബിൻ്റെ സ്റ്റൈലിന് ഒരുപാട് ലെങ്ത്തും വിഡ്ത്തും കൊടുക്കരുത്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റൈൽ എപ്പോഴും ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് അണ്ടർ ക്യാപ്പ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടിടരുത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്, ഒരു ഹിജാബ് സ്റ്റൈൽ വേണം വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിന് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഹിജാബ് ലുക്ക് ഒരുപാട് ഹെവി ആയിട്ട് പോകരുത്, സിമ്പിൾ ലുക്കായിരിക്കണം. ഒരുപാട് ലെയർ ചെയ്യരുത്. ലെയർ ചെയ്യുന്നത് കുറച്ചൊക്കെ ഒരു ട്രഡീഷണൽ ലുക്കാണ്. അപ്പോൾ ഒരുപാട് ലെയർ ഒഴിവാക്കുക, ഒരുപാട് റോൾ ചെയ്യുന്നത് ഒഴിവാക്കുക. സിമ്പിളായിരിക്കണം, എലഗൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ കൂടുതലായിട്ടും ന്യൂഡ് ഷെയ്ഡ്സ് ചൂസ് ചെയ്യുക. ന്യൂഡ് ഷെയ്ഡ്സിന് എപ്പോഴും ഒരു എക്സ്ട്രാ റേഞ്ച് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡാർക്ക് കളറിനേക്കാളും കുറച്ചും കൂടി നിങ്ങൾക്ക് വെസ്റ്റേൺ ടൈപ്പിലേക്ക് കുറച്ചും കൂടി സൂട്ടാവുന്നത് ന്യൂഡ് ഷെയ്ഡ്സ് ആയിരിക്കും. സോ ന്യൂഡ് ഷെയ്ഡ്, പ്ലെയിൻ ഹിജാബ് സിമ്പിളായിട്ട് എന്നാൽ എലഗൻ്റ് ആയിട്ടും സ്റ്റൈൽ ചെയ്യാം. ഇനി ഹെയർ ആണെന്നുണ്ടെങ്കിൽ, ഹിജാബ് ഇല്ലാതെ ഹെയർ റിവീൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മുടി പിന്നിട്ടൊന്നും ചെയ്യരുത്. ജീൻസും ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മുടി മാക്സിമം ഫ്രീ ആയിട്ടിടുക. അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിലേക്കും ചെറിയൊരു ടൈ ഒക്കെ കൊടുക്കുന്ന രീതിയിലൊന്നും ഇടരുത്. ഒന്നെങ്കിൽ ടോട്ടലായിട്ട് ഒരു പോണിറ്റെയിൽ ഒറ്റ കെട്ട് പോലെ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇടുക. സോ ഹിജാബ് ഇടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടോ, ഒരു സ്പെക്സ് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ക്യാപ്പ് വെച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൂഡി വെച്ചിട്ടോ ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഹിജാബ് ഇടാത്ത ആൾക്കാരുടെ കേസിൽ. അതാണ് ഏറ്റവും ടോപ്പ് ഭാഗത്ത് വരുന്ന മിസ്റ്റേക്സിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ മിസ്റ്റേക്കിലോട്ട് പോവാം. സോ മിസ്റ്റേക്ക് നമ്പർ 2. മിസ്റ്റേക്ക് നമ്പർ 2 വരുന്നത് നമ്മളുടെ ആക്സസറീസ് ആണ്. ആക്സസറീസിൽ നമുക്ക് 3 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ ബെൽറ്റ്, രണ്ടാമത് നിങ്ങളുടെ ബാഗ്, മൂന്നാമത് നിങ്ങളുടെ ഓർണമെൻറ്റ്സ്. ഓർണമെൻറ്റ്സിൽ തന്നെ നിങ്ങളുടെ മാല, വള, അതുപോലെ തന്നെ നിങ്ങളുടെ റിങ്സ്, അത് 3ഉം ശ്രദ്ധിക്കണം. ഇപ്പോൾ ബാഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് പാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ സ്ലിങ് ആണെങ്കിലും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഇത് യൂസ് ചെയ്യുക. അതുതന്നെ ബാഗിന് ട്രഡീഷണൽ ആയിട്ടുള്ള ബാഗ്സും ഉണ്ട്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് മോഡൽ ബാഗും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഡ്രസ്സ് വെസ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ അതിന് മാച്ച് ചെയ്തിട്ടുള്ള ബാഗ് യൂസ് ചെയ്യുക. സ്ലിങ് ആയിരിക്കും മച്ച് ബെറ്റർ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ന്യൂഡ് ഷെയ്ഡ്സ്, അധികം വലിപ്പമില്ലാത്ത, കൂടുതൽ സ്പേസും അറകളൊന്നും ഇല്ലാത്ത ചെറിയ സ്ലിങ് ബാഗ്, ബാക്ക് പാക്ക് ആണെങ്കിലും ഓക്കെ. ആൻഡ്
ട്രഡീഷണൽ മോഡൽ തീരെ അറിയാത്ത ഒരു ചെറിയ എംബ്ലോക്ക് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ബാഗായിരിക്കണം. ആൻഡ് ക്രോസ് ബോഡി ബാഗ് ആണെങ്കിലും ഓക്കെ, അതും ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഷെയ്ഡ് ശ്രദ്ധിക്കുക, ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും കൂടുതൽ ബെറ്റർ ആവുക. അതുപോലെ തന്നെ നമ്മൾ ബാഗ് ഇടുന്നതും ശ്രദ്ധിക്കുക. ഒന്നുകിൽ നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഒരു രീതിയിലോ അല്ലെങ്കിൽ വൺ സൈഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടോ ഇടുക. നെക്സ്റ്റ് ആക്സസറീസിൽ വരുന്നത് നമ്മളുടെ ചെയിന്, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിളൊക്കെയാണ്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഡെയിലി വീട്ടിൽ നിന്നൊക്കെ ഇട്ടുകൊണ്ട് പോരുന്ന നമ്മളുടെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവും. സോ നമ്മളെ സ്റ്റേറ്റിൻ്റെ അകത്ത് കേരളത്തിലെ കല്യാണം കഴിഞ്ഞ് അധികം ആൾക്കാരും ലേഡീസും യൂസ് ചെയ്യുന്ന നമ്മൾ ഒരു ഹാൻഡിൽ എന്തായാലും ഒരു ബ്രേസ്ലെറ്റും ഒരു മോതിരവും ഉണ്ടാവും ഗോൾഡിൻ്റെ. സോ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് മാക്സിമം നമ്മൾ ഹൈഡ് ചെയ്തേക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഗോൾഡിൻ്റെ തന്നെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും അധികം തിക്നെസ് ഇല്ലാത്ത ഓർണമെൻറ്റ്സ് കുറച്ച് സ്റ്റാൻഡേർഡ്, കുറച്ചും കൂടി ഒരു മോഡേൺ ആയിരിക്കും. അപ്പോൾ വീതി കൂടുതൽ വരുന്ന ഓർണമെൻറ്റ്സ് ആകുമ്പോഴാണ് തീരെ നമ്മളെ വെസ്റ്റേൺ ടൈപ്പിലോട്ട് ചേരാതിരിക്കുക. സിമ്പിളായിട്ടുള്ള ഒരൊറ്റ കമ്പി വരുന്ന അതിന്മേൽ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റ ത്രെഡ് വർക്ക് വന്നിട്ട് അതിന്മേൽ ചെറിയൊരു സ്റ്റോണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിലേക്ക് അത് നല്ല മാച്ചാണ്. അതുപോലെ തന്നെ കൂടുതൽ സിൽവർ, പ്ലാറ്റിനം കളറുകളാണ് ഗോൾഡിനേക്കാളും വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിലേക്ക് ആക്സസറീസിൽ നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ റിങ് ആണെങ്കിലും റിങ് തീരെ തിക്നെസ് ഇല്ലാതെ വലിയ സ്റ്റോണ് വരുന്നത്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള റിങ്സ്, പിന്നെ സിൽവറിൻ്റെ പ്ലാറ്റിനത്തിൻ്റെയൊക്കെ റിങ്സാണ് കൂടുതൽ ബെറ്റർ ആവുക. നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റിങ്സ്, ആ ഒരു ഡിസൈൻസ് വരുന്ന റിങ്സ് മാക്സിമം ഒഴിവാക്കുക. ആൻഡ് വെസ്റ്റേൺ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ആക്സസറി എന്ന് പറയുന്നത് വാച്ചാണ്. സോ വാച്ച് ഇപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡായിട്ട് എല്ലാവരുടെ കയ്യിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്മാർട്ട് വാച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയിൻ വാച്ചും യൂസ് ചെയ്യാം. നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഡ്രസ്സിന് കൂടുതൽ ആപ്റ്റ് ചെയ്തേണോ ആ ഒരു വാച്ച് യൂസ് ചെയ്യുക. വാച്ച് ഒരു കമ്പൽസറി ആണെന്ന് പറയാം ഒരു വെസ്റ്റേൺ ലുക്കിന്. സോ ഓർണമെൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ബാഗും പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ബെൽറ്റാണ്. ഇപ്പോൾ നമുക്ക് അധികവും പ്രിൻറ്റഡ് ഡ്രസ്സും അതുപോലെ തന്നെ ഫ്ലെയർ ആയിട്ടുള്ള ഫുൾ ലെങ്ത്ത് വരുന്ന ഡ്രസ്സാണ് നമ്മളെ കേരളത്തിലത്തെ ആൾക്കാർക്ക് അധികം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ, ഒപ്പം നമുക്ക് ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയും ജാക്കറ്റിൻ്റെ കൂടെയും ഡെനിംസിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റ് നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു മസ്റ്റ് ഹാവ്, ഒരു എസെൻഷ്യലാണ്. നമുക്കൊരു ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ചെയ്യാനൊരു ഇമ്പോർട്ടൻറ്റ് ആക്സസറി ആണെന്ന് പറയാം. സോ എപ്പോഴും ഒരു സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ വെസ്റ്റേൺ വിയർ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലെയറിനും ടോപ്പിനും ഒക്കെ അത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബെൽറ്റ് നല്ലതായിരിക്കും. സോ സെക്കൻഡ് മിസ്റ്റേക്സിൽ നമ്മൾ ഒരുപാട് ആക്സസറീസിൽ വരുന്ന മിസ്റ്റേക്സ് ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഫുട്വെയറിൻ്റെ കാര്യമാണ്. ഒരു വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെരുപ്പ് ഇട്ടിട്ട് കാര്യമില്ല. അടുത്ത മിസ്റ്റേക്സ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഫുൾ മിസ്റ്റേക്സും നിങ്ങൾക്ക് റിയലൈസ് ചെയ്തിട്ട് പുതിയൊരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വീഡിയോസും ഫുള്ളായിട്ട് കാണുക. അടുത്ത വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. It's me, Lulu. Bye-bye.